രണ്ടാം ജന്മം. രചന SMG. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. വൈറ്റ് ലാബിലേക്ക് നീങ്ങുന്ന സിറ്റി ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എഞ്ചിൻ ബോക്സിനടുത്തുള്ള സീറ്റിൽ നിന്ന് പത്രം വായിക്കായിരുന്ന ശങ്കരൻ പിള്ള കണ്ണടക്ക് മുകളിലൂടെ ഇടം കണ്ണിട്ട് പുറകിലെ സീറ്റിലേക്ക് നോക്കി. കൂടെ ഇരുന്ന ഭാര്യ ഭാനുമതി അമ്മയുടെ കയ്യിൽ അമർത്തി നുള്ളിക്കൊണ്ട് അദ്ദേഹം പിറുപിറുത്തു. ദാ നോക്കിയ ഭാനു, ഈ ലോകം എങ്ങോട്ടാ പോകുന്നെന്ന്. ഇവരൊക്കെ കണ്ട ഒരു 40-45 വയസ്സെങ്കിലും തോന്നും. പക്ഷെ ഇരിക്കുന്ന കണ്ടില്ലേ, വല്ല കലാലയത്തിലും പഠിക്കുന്ന പിള്ളേരാണെന്നാണ് ഇവരുടെ വിചാരം. എന്നാൽ ഈ പ്രായത്തിൽ ഇവര് പ്രണയ ജോഡികളെ പോലെ ഇരിക്കുന്നല്ലോ. ഭാനുമതിയമ്മ പുറകോട്ട് നോക്കി ചുണ്ടു വിളർത്തി. അതെ, നമ്മുടെ കാലത്തൊക്കെ ബസ്സിൽ കയറി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറുണ്ടോ? നിങ്ങൾ ആണുങ്ങളുടെ ഇടയിൽ പോയി ഇരിക്കും, ഞാൻ പെണ്ണുങ്ങളുടെ ഇടയിലും. വീട്ടിലെത്തിയാലല്ലേ നമ്മൾ മിണ്ടാറുള്ളൂ. ഇതിപ്പോൾ ലോകം തലകീഴായി മറിഞ്ഞു. നാട്ടുകാർ നോക്കുന്നുണ്ടെന്ന വിചാരം പോയില്ല. അത് ആ പെണ്ണയാളുടെ തോളിൽ ചാരിയിരിക്കുന്ന കണ്ടില്ലേ? ശരിക്കും വിവാഹിതരാണെങ്കിൽ ഇങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി സ്നേഹം പ്രകടിപ്പിക്കുമോ? ഇത് വഴിവഴിച്ചു പോയവരാണെന്നേ ഞാൻ പറയും. ബസിന്റെ അവസാന സീന് തൊട്ടുമുമ്പിലായിരുന്നിരുന്ന ആ ദമ്പതികൾ ലോകം മറന്ന അവസ്ഥയിലായിരുന്നു. കിരൺ അവളുടെ കൈവിരലുകൾ കോർത്തു പിടിച്ച് വിരലുകൾക്കിടയിൽ തന്റെ വിരലുകൾ കോർത്തു. എന്നിട്ട് പതുക്കെ അവളുടെ കാതിൽ പറഞ്ഞു, അനിത, നിനക്കറിയാമോ, കഴിഞ്ഞ 2 ആഴ്ച നിന്നെ കാണാൻ ഞാൻ എങ്ങനെയാ ജീവിച്ചിരിക്കുകയായിരുന്നു. നിന്റെ ഈ ചിരി കാണാനാ ഞാൻ കാത്തിരുന്നത്. കിരൺ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അനിത നാണത്തോടെ തലതാഴ്ത്തി. എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു കിരണേട്ടാ. വീട്ടിലെ ഓരോ നിമിഷം നിങ്ങൾ അരികിലുണ്ടായിരുന്നെങ്കിലെന്ന് ഞാനും കൊതിച്ചു. കിരൺ ഒരു കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി അടുത്തു. എങ്കിൽ എനിക്കൊരു ചുംബനം തന്നൂടെ അനിത, ഒരു കുഞ്ഞുമ്മ, ഈ പ്രണയത്തിന് കാത്തുന്നതിനുള്ള സമ്മാനമായിട്ട്. അനിത ഞെട്ടിപ്പോയി. അയ്യോ കിരണേട്ട, ഇവിടെ വെച്ചോ? നാട്ടുകാർക്ക് നോക്കുന്നുണ്ട്. ബസ്സാണിതെന്ന് ഓർമ്മയുണ്ടല്ലോ. കിരൺ അവളുടെ കൈകളിൽ അമർത്തി പിടിച്ചു. നോക്കുന്നവര് നോക്കട്ടെ അനിത, നമ്മൾ പ്രണയിക്കുന്നല്ലേ. നിനക്ക് തരാൻ മടിയാണെങ്കിൽ ഞാൻ എടുത്തോളാം കേട്ടോ. അവൻ തമാശയായി അവളുടെ കവിളിനടുത്തേക്ക് മുഖമടുപ്പിച്ചു. അനിത മെല്ലെ ചിരിച്ചുകൊണ്ട് അവന്റെ തോളിലേക്ക് ചാരി. ചുറ്റുമുള്ളവരുടെ തുറിച്ചു നോട്ടങ്ങൾക്കിടയിലും അവരൊരു മാന്ത്രിക ലോകത്തായിരുന്നു. കിരൺ അവളുടെ നെറ്റിയിൽ തലോടി. ശങ്കരൻ പിള്ളയുടെ വാക്കിൽ കേട്ട് തൊട്ടടുത്ത സീറ്റുകളിൽ ഇരുന്നവരും ഈ രംഗം കണ്ട് മുഖം ചുളിച്ചു. എല്ലാവരുടെ കണ്ണുകളിലും പരിഹാസവും വെറുപ്പും നിറഞ്ഞു. ശങ്കരൻ പിള്ളക്ക് ദേഷ്യം സഹിക്കാനായില്ല. അദ്ദേഹം ശബ്ദമുയർത്തി തന്റെ ഭാര്യയോട് പറഞ്ഞു, ഭർത്താവായ ഒരു ഗൗരവമൊക്കെ വേണ്ടേ? ഹൈ, ഭാര്യയുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ കൊഞ്ചിക്കൊഴയാണ്ട് പുരുഷന്മാരുടെ സീറ്റിൽ എവിടെയെങ്കിലും മാനിയിട്ട് പോയിരുന്നൂടെ അയാൾക്ക്? ഇതിപ്പോ ഭാര്യയാണോ കാമുകയാണോ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. സ്വന്തം വീട്ടുകാരെയും മക്കളെയും ഓർത്ത് ഇവർക്കൊരു നാണോ ഇല്ലേ? ശങ്കരപിള്ളയുടെ വാക്കിൽ കേട്ട് തൊട്ടടുത്ത സീറ്റുകളിൽ ഇരുന്നവരും ആ ദമ്പതികളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാവരുടെ കണ്ണുകളിലും പരിഹാസവും വെറുപ്പും നിറഞ്ഞു. തീർച്ചയായും ഇവർ തമ്മിൽ അവിഹിത ബന്ധമാണെന്ന് പലരും ഉറപ്പിച്ചു. ഛേ, സ്വന്തം കുടുംബത്തെയും മക്കളെയും കുറിച്ച് ഇവർക്ക് വല്ല ചിന്തയുണ്ടോ? മുന്നിലിരുന്നൊരു മധ്യവയസ്കൻ തോളിലെ ബാഗ് മുറുക്കി പിടിച്ച് അസ്വസ്ഥതയോടെ പറഞ്ഞു. തന്റെ സന്തോഷം മാത്രമാണ് വലുതെന്ന് കരുതി ഇറങ്ങി തിരിച്ചിരിക്കുക. പാവ മക്കളെ പറ്റി ഒരു ചിന്തയില്ല. ശരിക്കുള്ള സ്വാർത്ഥ ജന്മങ്ങൾ. മറ്റൊരു സ്ത്രീ തന്റെ അടുത്തിരിക്കുന്ന മകളോട് പറഞ്ഞു. മോളെ, അങ്ങോട്ട് നോക്കണ്ട. ഇങ്ങനെയുള്ളവരെ കണ്ടാണ് നാട് നശിക്കുന്നത്. സ്വന്തം വീടിന്റെ അന്തസ്സുകളെ ഓരോരുത്തർ ഇറങ്ങിക്കോളും. ഇത്തരത്തിൽ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്നുള്ള ശാപവാക്കുകളും പരിഹാസങ്ങളും ആ ദമ്പതികളെ പൊതിയുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ കമന്റുകളൊന്നും ആ ജോഡികളെ ബാധിച്ചതേയില്ല. അവർ തങ്ങളുടേതായ ഒരു മാന്ത്രിക ലോകത്തായിരുന്നു. ചുറ്റുമുള്ളവരുടെ നോട്ടം അവരിൽ അവിഹിത ബന്ധത്തിന്റെ മുദ്ര കുത്തുമ്പോൾ ആ ദമ്പതികൾ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ലോകത്തിന്റെ കണ്ണിൽ അവർ ചതിയുടെ വഴിയിൽ സഞ്ചരിക്കുന്നവരായിരുന്നു. ഒളിച്ചും പാത്തും കാണാൻ വന്ന 2 പേർ. ഒരുപാട് നാളത്തെ വിരഹത്തിന് ശേഷമുള്ള ആ കണ്ടുമുട്ടലിൽ ചുറ്റുമുള്ള ലോകത്തിന്റെ ശാപവാക്കുകൾ കേൾക്കാൻ കഴിയാത്ത വിധം അവർ സ്വന്തം പ്രണയലോകത്ത് മാത്രമായിരുന്നു. അവരുടെ സന്തോഷത്തിന് പിന്നിൽ ആർക്കും അറിയാത്ത വലിയൊരു വേദനയുടെ കഥയുണ്ടെന്ന് ആരും ചിന്തിച്ചതേയില്ല. ബസ്സിലെ കനത്ത തിരക്കിനിടയിൽ ഏറ്റവും പിന്നിലെ സീറ്റിൽ ജനാലക്കടുത്ത് മുഖം ചേർത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. തന്റെ ഭാര്യ മറ്റൊരുവനോടൊപ്പം ആ ബസ്സിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ അറിയാതെ അവളെ പിന്തുടർന്നതായിരുന്നു അയാൾ. കിരൺ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയപ്പോൾ അയാൾ പതുക്കെ എഴുന്നേറ്റു. അയാൾ ബസ്സിൽ നിന്നും താഴെ ഇറങ്ങുന്നവരെ അനിത വാതിലേക്ക് തന്നെ നോക്കി നിന്നു. ആ കണ്ണുകളിൽ വല്ലാത്തൊരു വേദന നിഴലിച്ചിരുന്നു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടതും മുൻവാതിലൂടെ ഇറങ്ങി അയാൾ പെട്ടെന്ന് ബസ് എടുക്കുന്നതിന് മുമ്പ് പിൻവാതിലൂടെ തിരികെ ഓടിക്കയറി അവളുടെ അരികിൽ വന്നിരുന്നു. അവൾ വിങ്ങിക്കൊണ്ട് കിരണിന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. അതുവരെ പല്ലെറുമി നോക്കിയിരുന്ന ശങ്കരൻപിള്ളയുടെ സകല നിയന്ത്രണം വിട്ട് അയാൾ സീറ്റിൽ നിന്ന് ആഞ്ഞെഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. എടോ തനിക്ക് നാണമില്ലേടോ? ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ കാട്ടിക്കൂട്ടാൻ, ശങ്കരൻപിള്ള ആക്രോശിച്ചു. ബസ്സിലെ സംസാരമെല്ലാം പെട്ടെന്ന് നിലച്ചു. എല്ലാവരും ആ ദമ്പതികളെയും ദേഷ്യം കൊണ്ട് വിറക്കുന്ന ശങ്കരനെയും നോക്കി നിന്നു. തന്റെയൊക്കെ വീട്ടിലും മക്കളും മരുമക്കളും ഇല്ലടോ. സ്വന്തം ഭാര്യയും മക്കളെയും വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ കൊഞ്ചിക്കൊഴാൻ തനിക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നു? ഒരു പൊതുസ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്ന് മിനിമം മാന്യതെങ്കിലും താൻ പഠിക്കണം. തനിക്ക് വേണമെങ്കിൽ ആരും കാണാത്തൊരു സ്ഥലത്ത് വെച്ചാൽ ഇതൊക്കെ. പക്ഷെ അന്തസ്സായി യാത്ര ചെയ്ത ഞങ്ങളെപ്പോളുടെ മുമ്പിൽ വെച്ച് ഈ അശ്ലീലം കാണിക്കരുത്.
ശങ്കരൻപിള്ളയുടെ വാക്കുകൾ ബസ്സിനുള്ളിൽ മുഴങ്ങി. ഇത്രയധികം ആക്ഷേപങ്ങൾ കേട്ടിട്ടും അയാളുടെ മുഖത്തൊട്ടും സങ്കടം തോന്നിയില്ല. പകരം ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം ആ വൃദ്ധനെ നോക്കി. അതേ കാരണവരെ, ഞങ്ങൾ അവിഹിത ജോഡികളാണെന്ന് നിങ്ങൾ എങ്ങനെയാ ഇത്ര ഉറപ്പിച്ചു പറയുന്നത്? അയാൾ ചോദിച്ചു. പിന്നെ അല്ലാതെ, ഇത്രയും പ്രായമായിട്ടും പുതിയതായി കാണുന്നവരെ പോലെ ഇത്ര സ്നേഹം ചൊരിയുന്നോ കൊഞ്ചിക്കൊഴയുന്നോ കൈകൾ കോർത്തു പിടിക്കുന്നതും കണ്ട ആർക്കായാലും മനസ്സിലാവും നിങ്ങൾ കള്ള ജോഡികളാണെന്ന്. സ്വന്തം ഭാര്യയോടോ ഭർത്താവിനോടോ ആരെങ്കിലും ഇങ്ങനെ പൊതുസ്ഥലത്ത് വെച്ച് കാണിക്കോ? അയാളും ചിരിച്ചു. സബാഷ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ വായ കൊണ്ട് സമ്മതിച്ചല്ലോ. നല്ല ജോഡികളാണെങ്കിൽ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ മടുപ്പ് തോന്നിയിട്ടുണ്ടാവും. ഇത്രയും സ്നേഹത്തോടു കൂടി ഇരിക്കില്ലെന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നു. നാട്ടുകാരുടെ പരിഹാസത്തിനും കുറ്റപ്പെടുത്തലുകൾക്കും ഭയന്ന് കടമയ്ക്ക് വേണ്ടി മാത്രം ഒന്നിച്ച് ജീവിക്കുന്ന നല്ല ദമ്പതികളെക്കാൾ പ്രണയിച്ച് ജീവിക്കുന്ന അവിധ ജോഡികളായിരിക്കുന്ന എനിക്കിഷ്ടം. ശങ്കരൻപിള്ള സ്തംഭിച്ചു പോയി. അയാൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചു നടന്നു. അപ്പോഴാണ് ആ പുരുഷന്റെ ഷർട്ടിൽ പ്രണയിനിയുടെ കണ്ണുനീർ പടരുന്ന കണ്ടത്. അയാൾ അവിടെ കാതിനടുത്ത് കുനിഞ്ഞ് ചോദിച്ചു, അനിത, നീ എന്തിനിപ്പോ കരയുന്നു? ആൾ വിങ്ങലോടെ പറഞ്ഞു, കിരണേട്ട, എനിക്ക് സങ്കടം വരുന്നു. നിങ്ങൾ എന്തിനാ അവരോട് കള്ളം പറഞ്ഞു? എനിക്ക് താലി കെട്ടിയ പുരുഷനാണ് നിങ്ങളെന്ന് സത്യം പറയായിരുന്നില്ലേ? കിരണ അവിടെ കൈകൾ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. എനിക്ക് നിന്റെ ഭർത്താവായിരിക്കുന്നതിനേക്കാൾ നിന്റെ കാമുകനായിട്ടിരിക്കാനാണ് ഏറെ ഇഷ്ടം വനിത. ഞാനൊരു ഭർത്താവായി മാത്രം നിന്നെ കണ്ടിരുന്നെങ്കിൽ കടമയ്ക്ക് വേണ്ടി നിന്നോട് രണ്ടു വാക്ക് സംസാരിക്കുമായിരുന്നു. ഇവൾ എന്നെ വിട്ട് എവിടെ പോകാനെന്ന അഹങ്കാരത്തിൽ നിന്റെ വികാരങ്ങളെ മാനിക്കാതിരുന്നേനെ. എന്നാൽ ഞാൻ നിന്റെ കാമുകനായിരിക്കുമ്പോൾ നിന്നെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തോടെ എപ്പോഴും ചേർത്ത് പിടിക്കാൻ എനിക്ക് തോന്നും. അന്ന് ആ സമ്പത്തിന് ശേഷം ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്തു. ഇപ്പൊ നിന്റെ അരികിലിരിക്കുന്നത് നിന്റെ ഭർത്താവല്ല, നിന്റെ മനസ്സിനിണങ്ങിയ കാമുകനാണ്. അനിതയുടെ വിങ്ങൽ കൂടി. അന്ന് ആ ഒരു നിമിഷം ഞാൻ ചെയ്ത തെറ്റ്. മറ്റൊരുവന്റെ സ്നേഹപ്രണത്തിൽ എൻ്റെ ബുദ്ധി മരവിച്ചു പോയി. ഞാനൊരു സ്വാർത്ഥയായിരുന്നു. എങ്കിലും നിങ്ങൾ എന്നെ കൈവിട്ടില്ലല്ലോ. എൻ്റെ മകൾ പോലെ എന്നെ വെറുക്കുന്നു. ഞാൻ ചെയ്ത കണ്ടുന്ന ആ കുഞ്ഞിന് എന്നെ കണ്ടാലേ ഇപ്പോൾ വെറുപ്പാ. കൂടെ ജീവിക്കാൻ കഴിയാത്ത വിധം ദൈവം എനിക്ക് വലിയൊരു ശിക്ഷ നൽകിയിരിക്കുകയാണല്ലോ. വീടനിത, കാലെല്ലാം മായ്ക്കും. നീ ഇപ്പോൾ പോയി ആഗതി മന്ദിരത്തിലെ കുഞ്ഞുങ്ങളെ നോക്ക്. നിന്റെ മനസ്സിന്റെ ഭാരം കുറയും. മകള് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. അയാൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. അനിത കണ്ണുനീരോടെ അയാളെ നോക്കിയിരുന്നു. ഇതെല്ലാം കേട്ട് തൊട്ടു പിന്നിലെ സീറ്റിൽ നിന്ന് മഞ്ജുള തകർന്നു പോയിരുന്നു. കുറച്ചു മുമ്പ് ഇറങ്ങിപ്പോയ തന്റെ കാമുകനെ കുറിച്ച് അവൾ ചിന്തിച്ചു. അനിതയുടെ മകളുടെ സ്ഥാനത്ത് തന്റെ മകളെ അവൾ സങ്കല്പിച്ചു. ആ ചിന്ത അവളെ ഭയപ്പെടുത്തി. ഉടനെ അവൾ ഫോണെടുത്ത് കാമുകനെ വിളിച്ചു. ഇനി ഈ ബന്ധം വേണ്ട, എല്ലാം ഇവിടെ തീർന്നു, അവൾ ഉറപ്പിച്ച് പറഞ്ഞു. ബസ്സിൽ നിന്നിറങ്ങിയ മഞ്ജുളക്ക് തന്റെ കാലുകൾക്ക് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. ഓരോ ചൂടുകൾ വെക്കുമ്പോഴും അനിതയുടെ വാക്കുകൾ അവളുടെ ഉള്ളിൽ ഇടിമുഴക്കം പോലെ മുഴങ്ങുന്നുണ്ടായിരുന്നു. വീടിന്റെ പടിക്കലെത്തിയപ്പോൾ അവൾ കണ്ടു ഉമ്മറത്ത് ദൂരേക്ക് നോക്കി നിൽക്കുന്ന തന്റെ ഭർത്താവ് കിഷോറിനെ. അവനെ കണ്ടതും മഞ്ജുളയുടെ ഉള്ളിൽ അണക്കെട്ട് തകർന്നു. തന്റെ തെറ്റുകൾ ഒരു വലിയ പർവ്വതം പോലെ അവളെ ശ്വാസം മുട്ടിച്ചു. അവൾ ഓടിച്ചെന്ന് അയാളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് തളർന്നിരുന്നു. കിഷോർ, എന്നോട് ക്ഷമിക്കും, എനിക്ക് തെറ്റുപറ്റിപ്പോയി, അവൾ വിങ്ങിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണുനീര് അയാളുടെ പാദങ്ങളിൽ വീണ് നനവുണ്ടാക്കി. കിഷോറൊന്നും മിണ്ടിയില്ല. അയാൾ കല്ലുപോലെ നിശ്ചലനായി നിന്നു. ഞാൻ നിങ്ങളെ വഞ്ചിക്കായിരുന്നു കിഷോർ. മറ്റൊരാളുടെ വാക്കുകളിൽ മയങ്ങി ഞാൻ എൻ്റെ കുടുംബത്തെയും മകളെയും മറന്നുപോയി. എൻ്റെ ഉള്ളിലെ സ്വാർത്ഥതയായിരുന്നു അത്. നിങ്ങൾ തന്ന സ്നേഹം കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നെ കൊന്നോളൂ കിഷോർ, പക്ഷെ എന്നെ വെറുക്കരുത്. എനിക്ക് നമ്മുടെ മോളുടെ മുഖത്ത് നോക്കാൻ പേടിയാവുക. മഞ്ജുളയുടെ വിലാപം കേട്ടിട്ടും കിഷോർ അവളെ തള്ളി മാറ്റിയില്ല. അയാൾ മെല്ലെ കുനിഞ്ഞ് അവളുടെ തോളുകളിൽ പിടിച്ചു. എന്നിട്ട് അവളുടെ മുഖത്തോട് മുഖം നോക്കി എഴുന്നേൽപ്പിച്ച് നിർത്തി. അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാൾ ശാന്തമായി പറഞ്ഞു, കരയേണ്ട മഞ്ജുള, നിന്റെ ഉള്ളിൽ ആ പാമ്പിനെ എനിക്ക് കാണാം. അവൾ പകച്ചുപോയി. നിങ്ങൾ എൻ്റെ വഴക്ക് പറയുന്നില്ലേ? അടിക്കുന്നില്ലേ? കിഷോറിന്റെ കണ്ണുകളിൽ ഈർപ്പമുണ്ടായിരുന്നു. അയാൾ പതുക്കെ ചിരിച്ചു. നിന്നെ ഇന്ന് ആ ബസ്സിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വന്നാ മഞ്ജുള. എനിക്ക് അവിടെ വെച്ച് പൊട്ടിത്തെറിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ നിന്റെ തൊട്ടു മുമ്പിൽ നിന്ന് ആ ദമ്പതികളുടെ സംസാരം ഞാനും കേട്ടു. അവൾ കരയുന്ന കണ്ടപ്പോൾ നീയും കരയുകയായിരുന്നു. നിന്റെ ആ കണ്ണീരിലെല്ലാം ഉണ്ടായിരുന്നു നിന്റെ തിരിച്ചറിവും കുറ്റബോധവും. മഞ്ജുള അമ്പരന്നു. നിങ്ങൾ ആ ബസ്സിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മഞ്ജുള. ആ കിരൺ പറഞ്ഞ വാക്കുകൾ എന്നെയും ചിന്തിപ്പിച്ചു. നീ ഇങ്ങനെ പെരുമാറാൻ ഞാനൊരു കാരണക്കാരനല്ലേ എന്ന് ഞാൻ സ്വയം ചോദിച്ചു. നിനക്കൊരു ഭർത്താവ് എന്നതിലുപരി ഒരു കാമുകനാവ് എനിക്ക് കഴിഞ്ഞോ? നിന്റെ വികാരങ്ങൾ ഞാൻ എപ്പോഴെങ്കിലും മാനിച്ചിരുന്നു? കിരൺ പറഞ്ഞ പോലെ ഇവളെനിക്ക് സ്വന്തമാണല്ലോ എന്ന അഹങ്കാരത്തിൽ നിന്നെ ഞാൻ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവാം. അയാൾ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. നമുക്കെല്ലാം പുതിയതായി തുടങ്ങാൻ മഞ്ജുള. സംഭവിച്ചെല്ലാം ഒരു പേക്കിനാ പോലെ മറന്നേക്ക്. നീ നിന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ നീ വിശുദ്ധയായി കഴിഞ്ഞു. മഞ്ജുളയുടെ കണ്ണുകളിൽ നിന്ന് വീണ്ടും കണ്ണുനീരൊഴുകി. പക്ഷേ ഇത്തവണ അത് ആശ്വാസത്തിൻ്റെതായിരുന്നു. കിഷോർ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കാതിൽ പതുക്കെ പറഞ്ഞു, ഇനി മുതൽ ഞാൻ നിനക്ക് വെറുമൊരു ഭർത്താവല്ല, നിന്റെ കാമുകനാണ്. എന്നും നിന്നെ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന, നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നിന്റെ സ്വന്തം കാമുകൻ.
കണ്ണീരിനിടയിലും മഞ്ജുളയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. നഷ്ടപ്പെട്ടെന്ന് കരുതിയ പ്രണയം അവിടെ വീണ്ടും ജനിക്കുകയായിരുന്നു. എൻബി, വിവാഹം എന്നത് കേവലം കടമകളുടെ പൂർത്തീകരണമല്ല, മറിച്ച് പരസ്പരമുള്ള കരുതലും അവസാനിക്കാത്ത പ്രണയവുമാണ്. ഇവർ എൻ്റേതാണ് എന്ന ഉറപ്പിൽ പങ്കാളിയുടെ വികാരങ്ങൾ അവഗണിക്കുമ്പോഴാണ് പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നത്. ഓരോ ഭർത്താവും തൻ്റെ ഭാര്യയുടെ കാമുകനായും ഓരോ ഭാര്യയും തൻ്റെ ഭർത്താവിൻ്റെ കാമുകിയായിരിക്കാൻ ശ്രമിച്ചാൽ പുറത്തു നിന്നുള്ള ഒരു സ്നേഹപ്രകടനത്തിനും നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കാൻ കഴിയില്ല. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് കാലം ചെല്ലുന്തോറും കുറയേണ്ടതല്ല, മറിച്ച് വർദ്ധിക്കേണ്ടതാണ്.